SIR ആണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വിഷയം. BLMR ഇതിനകം ഫോമുകളെല്ലാം തന്നെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതെങ്ങനെ പൂരിപ്പിക്കണമെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ അവശേഷിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിവാഹിതരായി വന്ന സ്ത്രീകളുടെ ഫോമുകൾ എങ്ങനെ പൂരിപ്പിക്കണമെന്ന് പറയുന്നതിനാണ്. ഈ ഫോമിൽ കാണിച്ചിരിക്കുന്ന വോട്ടർക്ക് 2002 അവർക്ക് ഇവിടെ വോട്ടില്ല ഈ ബൂത്തിൽ. മാത്രമല്ല 2002 അവർക്ക് അവരുടെ സ്വന്തം വീട്ടിൽ വോട്ടില്ല, ഇവിടെ വിവാഹം കഴിച്ചു വന്നതാണ്. അവരുടെ എങ്ങനെ പൂരിപ്പിക്കാം എന്ന് നോക്കാം. ഫോമിൻ്റെ മുകളിൽ എല്ലാവർക്കും പൂരിപ്പിക്കുന്ന പോലെ ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, പിതാവിൻ്റെ പേര്, മാതാവിൻ്റെ പേര്, പങ്കാളിയുടെ പേര്, ഇത്രയും പൂരിപ്പിച്ച് കഴിഞ്ഞ് താഴെ വലതുവശത്തുള്ള കോളമാണ് അവർ പൂരിപ്പിക്കേണ്ടത്. താഴെ 2 സൈഡുണ്ട്. ഇടതുവശത്തുള്ളത് 2002 വോട്ടുള്ളവർക്കാണ്. വലതുവശത്തുള്ളതാണ് 2002 വോട്ടില്ലാത്തവർ പൂരിപ്പിക്കേണ്ട ഇടം. അവിടെ പേര് എന്നുള്ളിടത്ത് അവരുടെ പിതാവിൻ്റെയോ അല്ലെങ്കിൽ മാതാവിൻ്റെയോ പേര് എഴുതുക. അവർക്ക് വോട്ടുള്ളവരായിരിക്കണം 2002. അതിനുശേഷം ബന്ധുവിൻ്റെ പേര്, പിതാവിൻ്റെ ഫാദറിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. ബന്ധം എന്നുള്ളിടത്ത് മകൾ ഓർ മകൻ, ജില്ല, സംസ്ഥാനം, പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ പേര് എഴുതുക. കൂടാതെ 2002 മുകളിൽ എഴുതിയ ബന്ധുവിൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ക്രമ നമ്പറാണ് താഴെ എഴുതേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറി വോട്ടർ സെർച്ച് 2002 എന്നടിച്ചാൽ നമുക്ക് ഇവരുടെ പേര്, മലയാളത്തിലുള്ള പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരം കൊടുത്താൽ മതി. ഇപ്പോൾ അനിത എന്നുള്ളതിന് അനി എന്ന് കൊടുത്താലും മതി. അപ്പോൾ ആ രീതിയിൽ കൊടുത്തു കഴിയുമ്പോൾ താഴെ അവരുടെ പേരുകൾ കാണിക്കും. അതിൽ നിന്ന് നമുക്ക് നിയമസഭാ മണ്ഡലത്തിൻ്റെ നമ്പർ, ഭാഗം നമ്പർ, ക്രമ നമ്പർ ഇവ കിട്ടും. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് എഴുതി പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകുക. SIRൽ ഏറ്റവും അധികം സംശയം വരുന്നൊരു കോളമാണിത്. ബന്ധുവിൻ്റെ പേര് എന്നുള്ളിടത്ത് എഴുതേണ്ടതും ബന്ധുവിൻ്റെ പേര്, ഇത് രണ്ടും ഏറ്റവും അധികം ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കോളംസാണ്. അപ്പോൾ പേര് എന്നുള്ളത് ഫാദറിൻ്റെ പേരാണെങ്കിൽ ബന്ധുവിൻ്റെ പേര് ഫാദറിൻ്റെ പേരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാൻഡ് ഫാദറിൻ്റെ പേരാണ് അവിടെ വരുന്നത്. ബന്ധം എഴുതുമ്പോൾ പിന്നീടും കൺഫ്യൂഷൻ വരാം. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ആപ്ലിക്കൻറ്റും ഈ ബന്ധുവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മകൾ ഓർ മകൻ എന്നേ വരൂ. ഈ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്രമ നമ്പറും ഭാഗം നമ്പറും മണ്ഡലത്തിൻ്റെ നമ്പറും കൃത്യമായിട്ട് കണ്ടുപിടിച്ച് സൈറ്റിൽ നിന്നും എഴുതി നൽകുക. എങ്കിൽ മാത്രമേ നമ്മുടെ വോട്ട് നമ്മുടെ ബന്ധുവുമായിട്ട് അറ്റാച്ച്ഡ് ആവുകയുള്ളൂ. പലരും ചോദിക്കും, ബന്ധു മരിച്ചു പോയതാണെങ്കിലോ എന്ന്. ബന്ധു മരിച്ചു പോയതോ അല്ലെങ്കിലോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ബാധകമല്ല. ബന്ധുവിന് 2002 ഉണ്ടായിരുന്നോ എന്നത് മാത്രമാണ് ഇതിൽ പ്രസക്തമായിട്ടുള്ളത്. 2002 വോട്ടർ പട്ടികയിൽ ബന്ധുവിൻ്റെ പേര് എന്താണോ ആ പേരാണ് ഇവിടെ നൽകേണ്ടത്. അതുപോലെ മണ്ഡലവും അതുതന്നെ. പല സ്ഥലത്ത് ആളുകൾ മാറി താമസിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തായിരുന്നിരിക്കില്ല 2002. അന്ന് എവിടെയാണോ ആ മണ്ഡലത്തിൻ്റെ നമ്പറും ഭാഗം നമ്പറും ക്രമ നമ്പറുമാണ് വേണ്ടത്. അത് ഈസിയായിട്ട് വോട്ടർ സെർച്ച് 2002 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ മലയാളത്തിൽ പേരടിച്ച് നൽകുമ്പോൾ നമുക്ക് ലഭ്യമാവുന്നതാണ്.